നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കുറച്ച് കാലങ്ങൾ കൂടിയിട്ട് വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ജാലകമാണിത് എന്ന് നിസ്സംശയം പറയാം. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിനി ജൂനിയർ റയൽ വിടുമോ ഇല്ലയോ എന്ന കൺഫ്യൂഷനൊക്കെ ഒരു ഘട്ടത്തിലുണ്ടായി. ഇപ്പോൾ വിനി ഇതാ റയലിൽ തന്നെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ ഇപ്പോഴും ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല. അതേസമയം റോഡ്രി റയലിലേക്ക് പോകും, റയലാണ് പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് ആ ഡീല് നടന്നില്ല. അതങ്ങനെ നീണ്ടു പോയി. ഒടുവിൽ വളരെ പെട്ടെന്ന് ബാഴ്സലോണ രംഗത്തേക്ക് വരുന്നു. ഇന്നിപ്പോൾ വലിയ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നു. ഫബ്രീസിയോ ഒക്കെ കൺഫേം ചെയ്തു. ഫബ്രീസിയോ മാത്രമല്ല, ദി അത്ലറ്റിക് ഒക്കെ കൺഫേം ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വിശ്വാസമാണെങ്കിൽ ഫബ്രീസിയോ കൺഫേം ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അത് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നത്. ഇപ്പോൾ ജിജാൻഡസ് എഫ് സിയിൽ ജെറാർഡ് റൊബേറോ ഒരു കാര്യം കൂടി പറയുന്നു. ഇതാ യെസ് പറഞ്ഞിരിക്കുന്നു. റോഡ്രി ബാഴ്സയോട് യെസ് പറഞ്ഞിരിക്കുന്നു എന്ന്. വേറെ കുറച്ച് വാർത്തകളുണ്ടായിരുന്നു. ഹൻസി ഫ്ലിക്ക് റോഡ്രിയെ വിളിച്ചു, തൻ്റെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു, അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ ബാഴ്സലോണയിലെ സ്പാനിഷ് താരങ്ങൾ, ദേശീയ ടീമിൽ ഒരുമിച്ച് കളിച്ചവർ, ലമീൻ യമാൽ അടക്കം റോഡ്രിയെ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് യെസ് പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. ജെറാർഡ് റൊമേറോ, റോഡ്രി ചൂസസ് ബാഴ്സ. ദി മിഡ്ഫീൽഡർ ഹാസ് ഗിവൻ ദി ഓക്കെ ടു ഹൻസി ഫ്ലിക്സ് പ്രോജക്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വന്നത്. ബാഴ്സലോണ ഇനി താരത്തെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് ജെറാർഡ് റൊമേറോയുടെ റിപ്പോർട്ട്. റോഡ്രി ചൂസസ് ബാഴ്സ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹം മാത്രമല്ലെന്നേ, ഇതാ ഫബ്രീസ് ഹോക്കിൻസിൻ്റെ റിപ്പോർട്ട് കൂടി വരുന്നു. ഫബ്രീസ് ഹോക്കിൻസ് പറയുന്നു റോഡ്രിയുടെ പ്രിഫറൻസ് ഇപ്പോൾ ബാഴ്സലോണയിൽ ചേരുക എന്നുള്ളതാണ് ഓവർ റയൽ മാഡ്രിഡ്. റയൽ മാഡ്രിഡിന് മുകളിൽ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബാഴ്സലോണക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും ഇപ്പോൾ അവെയറാണ് താരത്തിൻ്റെ സ്റ്റാൻസ് എന്താണ് എന്നുള്ളത്. ബാഴ്സലോണ കുറേ കാലമായിട്ട് റോഡ്രിയെ എത്തിക്കണമെന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഫ്രങ്കി ഡിയോങ്ങിന് ഇഞ്ചുറി പറ്റിയപ്പോഴാണ് ഈ ഒരു നീക്കം അവർ ഇൻറ്റൻസിഫൈ ചെയ്തത്. ക്ലബ്ബ് വിചാരിക്കുന്നത് റോഡ്രി ഹൻസി ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിന് ഒരു ഐഡിയലായിട്ടുള്ള ഫിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പ്ലെയറും അതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബാഴ്സലോണ ഇനി ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഡീല് പോസിബിൾ ആക്കാൻ വേണ്ടി ഒരു 60-70 മില്യൺ യൂറോയുടെ ഇടയിൽ വരുന്ന ഒരു ഓഫർ വെച്ചാൽ സിറ്റി സാറ്റിസ്ഫൈഡ് ആയേക്കും എന്ന് ഫബ്രീസ് ഹോക്കിൻസും പറയുന്നു. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് റോഡ്രി ഇതാ ബാഴ്സയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് പറയണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.